സോഷ്യൽ മീഡിയയിൽ പ്രചാരം നേടുന്ന ക്ലബ് ഹൗസ് ആപ്പിൽ ഒളിഞ്ഞിരിക്കുന്നത് നിരവധി ചതിക്കുഴികൾ. തീവ്രവാദ സംഘങ്ങളും സെക്സ് റാക്കറ്റുകളും വ്യാജ അക്കൗണ്ടുകളിലൂടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വരെ വലയിൽ വീഴ്ത്താൻ ശ്രമങ്ങൾ നടത്തുന്നതായാണ് സൂചന. ചുരുങ്ങിയ കാലം കൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ക്ലബ് ഹൗസ് സ്ഥാനം പിടിച്ചത്. ഇന്ത്യൻ വംശജനായ രോഗൻ സെയ്ത്തും പോൾ ഡേവിഡ്സണും ലോഞ്ച് ചെയ്ത ക്ലബ് ഹൗസിന് ദിവസങ്ങൾക്കകം ഇന്ത്യയിൽ 1 ലക്ഷത്തിലേറെ ഉപയോക്താക്കളായി. അതിൽ വലിയൊരു ഭാഗം മലയാളികളാണ്. ആൻഡ്രോയിഡ് പതിപ്പ് പുറത്തിറങ്ങിയതോടെയാണ് മലയാളികൾക്കിടയിൽ ഇതിന് വൻ പ്രചാരം ലഭിച്ചത്. 5000 പേരെ വരെ ഉൾക്കൊള്ളിച്ചുള്ള ഗ്രൂപ്പ് ചർച്ചകളും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ക്ലോസ്ഡ് റൂമുകളിലൂടെയുള്ള ആശയവിനിമയമാണ് ആപ്പ് ഒരുക്കുന്നത്. തങ്ങളുടെ പേരിൽ വ്യാജ അക്കൗണ്ടുകളുമായി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് വ്യക്തമാക്കി സിനിമാ താരങ്ങളായ നിവിൻ പോളി, പൃഥ്വിരാജ്, ടോവിനോ, സുരേഷ് ഗോപി എന്നിവർ രംഗത്തെത്തിയതോടെയാണ് ക്ലബ് ഹൗസിലെ ചതിക്കുഴികൾ പുറത്തുവന്നു തുടങ്ങിയത്. വ്യാജ പ്രൊഫൈലുകളിൽ മറിഞ്ഞിരുന്നുകൊണ്ട് തങ്ങളുടെ അനധികൃത ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ പല വിഭാഗങ്ങളും ക്ലബ് ഹൗസിനെ ഉപയോഗിക്കുകയാണെന്നാണ് ആരോപണമുയരുന്നത്. ഓൺലൈൻ ക്ലാസുകളായതോടെ പ്രായപൂർത്തിയാകാത്ത നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും ക്ലബ് ഹൗസിൽ അംഗങ്ങളായിട്ടുണ്ട്. സാരമില്ല, അത് തീരെ കുഞ്ഞായിപ്പോയല്ലോ. കഴിഞ്ഞില്ലേ? CBSE ആണോ? അല്ല, സ്റ്റേറ്റ് ആണ്. അപ്പൊ എക്സാം കട്ട് ചെയ്തിട്ടില്ല? എക്സാം കഴിഞ്ഞു. പ്രാക്ടിക്കൽസോ സംതിങ് എന്തോ ഇല്ലേ? പ്രാക്ടിക്കൽസ് ഉണ്ട്. മച്ചമാരെ, ഇത് ചെറിയ കോച്ചാടാ. സൗണ്ട് നല്ല ക്യൂട്ടാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. അന്നയുടെ ബയോയില് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ആഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഞാൻ നോക്കിയപ്പോ കണ്ടില്ല. ഫോളോ ചെയ്തോളൂ. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. തന്റെ സ്മൈൽ ഭയങ്കര ക്യൂട്ടാണ്, തന്നെ കാണാൻ അടിപൊളിയാണ്. and അതുപോലെ തന്നെ I would like to go out with you, maybe dinner, maybe wine. നല്ല പ്രപ്പോസൽ ആയിരുന്നു, എനിക്ക് ഇഷ്ടമായി. ഇതിലെ പ്രപ്പോസൽ ഗ്രൂപ്പുകൾ സംഘടിതമായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വരെ ചതിക്കുഴിയിൽപ്പെടുത്തുന്നതായും സൂചനകൾ ഉയർന്നു കഴിഞ്ഞു. ഗ്രൂപ്പിൽ പരിചയപ്പെടുന്നവർ ചതിക്കുഴികൾ അറിയാതെ അവരുടെ സ്വകാര്യ വിവരങ്ങൾ പലതും പങ്കുവെക്കുകയും പിന്നീട് അതുപയോഗിച്ച് ഇരകളെ വലയിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. വിവിധ സാമൂഹ്യ സംഘടനകൾ ക്ലബ് ഹൗസിലെ അപകട സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ലോക്ക്ഡൌൺ ആയതോടെ നിരവധി പേരാണ് ക്ലബ് ഹൗസിൽ ചേരുന്നത്. അതേസമയം ക്ലബ് ഹൗസിന്റെ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയ ചൈനീസ് കമ്പനിക്ക് ഇതിലെ വിവരങ്ങൾ ശേഖരിക്കാൻ സംവിധാനമുണ്ടെന്ന് വ്യക്തമാക്കപ്പെട്ടിരുന്നു. ഒരു ഹാക്കർ ഗ്രൂപ്പ് ക്ലബ് ഹൗസിലെ 13 ലക്ഷത്തിലേറെ പേരുടെ ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. മറ്റ് സോഷ്യൽ മീഡിയകളിൽ നിന്ന് വ്യത്യസ്തമായി ശബ്ദ സന്ദേശങ്ങളാണ് ഇതിൽ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാജ അക്കൗണ്ടുകളും വ്യാജ ശബ്ദ സന്ദേശങ്ങളും വ്യാപകമായി ഉപയോഗിക്കപ്പെടുകയാണ്. നിരവധി സാധ്യതകൾ തുറന്നു തരുന്നതിനൊപ്പം ഗുരുതരമായ അപകടങ്ങളും പതിയിരിക്കുന്ന ക്ലബ് ഹൗസിൽ സൂക്ഷ്മതയോടെ പെരുമാറണമെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ഷെക്കീന ന്യൂസ്.